ഞാൻ ജനിച്ചത് കേരളത്തിലാണെന്ന് ഇപ്പോൾ പറയാൻ തന്നെ നാണക്കേടാണ്. അത്രയ്ക്ക് നാറിയ ഭരണവും മനുഷ്യത്വം മരവിച്ച മനുഷ്യനും അധിവസിക്കുന്ന നാടാണ് ഇപ്പോൾ കേരളം. SFI ചേട്ടന്മാര് ആക്രമണം നടത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പല കാരണത്താൽ പലരെയും ആക്രമിച്ച ചരിത്രം ഇവർക്കുണ്ട്. ഇപ്പോൾ ക്രൂരമർദ്ദനമേറ്റ് മരിച്ച സിദ്ധാർത്ഥ് കേരളത്തിന്റെ നൊമ്പരമാണ്. നെറികെട്ടവന്മാർ കൊന്നൊടുക്കിയ ആ സിദ്ധാർത്ഥ് അച്ഛന്റെയും അമ്മയുടെയും പൊന്നുമകനായിരുന്നു. അവന്റെ മരണത്തിൽ ഇത് SFI വിദ്യാർത്ഥികൾക്ക് പങ്കുള്ളതല്ലാതെ സംഘടനയ്ക്ക് ബന്ധമൊന്നുമില്ല എന്നാണ് CPM നേതാക്കളടക്കം പറയുന്നത്. നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ. CPM അല്ലാതെ വേറെ ആരുടെ നേതൃത്വത്തിലാണ് SFI സംഘടന തിളച്ചു മറിയുന്നത്? അതും പോരാഞ്ഞിട്ട് നാണമില്ലാത്ത സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ SFI പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ട് CPM വെച്ചിരിക്കുന്നു ഒരു ഫ്ലെക്സ്. അതെന്തിനാ? ബോർഡിനെതിരെ അച്ഛൻ ജയപ്രകാശ് നല്ല മറുപടിയും കൊടുത്തു വിട്ടിട്ടുണ്ട്. മകൻ SFI പ്രവർത്തകനല്ലെന്നും മരണവും മുതലെടുക്കുന്ന ചെറ്റകളാണ് അവർ. പലതവണ ഫ്ലെക്സ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ മാറ്റാൻ തയ്യാറായിട്ടില്ല. SFI പ്രവർത്തകനായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നീതിക്കായി എന്നും കുടുംബത്തോടൊപ്പം എന്നുമാണ് ഫ്ലെക്സിൽ പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും CPM സ്ഥാപിച്ച ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സിദ്ധാർത്ഥ് ഒരിക്കലും SFIയിൽ പ്രവർത്തിച്ചിട്ട് പോലുമില്ല. മറ്റു പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനാണ് പാർട്ടിക്കാർ ഫ്ലെക്സ് വെച്ചത്. അവൻ ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല. അതിനുള്ള സമയവും അവൻ ഉണ്ടായിരുന്നില്ല. നിലവിലെ അന്വേഷണത്തിൽ തന്നെ കുടുംബം തൃപ്തരാണ്. ഇനിയും പ്രതികളെ പിടിക്കാൻ വൈകിയാൽ മറ്റ് അന്വേഷണ ഏജൻസികളെ ആവശ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് സിദ്ധാർത്ഥിനെ ആക്രമിച്ച 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ പഠനവിലക്ക് വന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. രാജ്യത്തെ അംഗീകൃത സ്ഥാപനങ്ങളിൽ ഇവർക്ക് പഠിക്കാനാവില്ല. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്കാരായ 4 പ്രതികളുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കീഴടങ്ങിയ പ്രതികൾക്ക് പുറമെ ഇന്നലെ ഒരാൾ കോടതിയിലും കീഴടങ്ങി. മലപ്പുറം സ്വദേശിയും 4ാം വർഷ വിദ്യാർത്ഥിയുമായ അമീൻ അക്ബർ അലിയാണ് കൽപ്പറ്റ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. വ്യാഴാഴ്ച കീഴടങ്ങിയ കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ, പോലീസ് പിടികൂടിയ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഷാൻ എന്നിവരുടെ അറസ്റ്റും ഇന്നലെ രേഖപ്പെടുത്തി. ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. കൽപ്പറ്റ DYSP N സജീവന്റെ നേതൃത്വത്തിൽ 24 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്.